എല്ലാവരും പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന്. എന്ത് ശൈലിയാണ് അദ്ദേഹം മാറ്റേണ്ടത്? പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ നാൾ മുതൽ ഈ ശൈലിയാണ്. ആ ശൈലിയിൽ നിന്നും ഇന്ന് വരെ ഒരണുകിട മാറിയിട്ടില്ല. ആ ശൈലിയിൽ തന്നെയാണ് തുടർഭരണം ജനം വിശ്വസിച്ചേൽപ്പിച്ചത്. അതും സാംസ്കാരിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടി. ചെറിയ മാർജിനിലല്ല, 99 സീറ്റുമായിട്ടാണ് രണ്ടാമതും ഭരിക്കാൻ നിയമസഭയിലെത്തിയത്. ജനം വിശ്വസിച്ച് തന്നെയാണ് ആ കസേര വീണ്ടും പിണറായിയെ ഏൽപ്പിച്ചത്. ആ ശൈലി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ജനത്തിന് വിശ്വാസമുണ്ട്, ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇരട്ടച്ചങ്കനായ സഖാവ് പിണറായി വിജയൻ. വിശ്വസിക്കുന്ന ജനത്തെ ചതിക്കില്ലെന്ന് അവർക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ ഒറ്റയ്ക്കാണല്ലോ പ്രചാരണം നയിച്ചത്. 99 സീറ്റുകൾ വിജയിപ്പിക്കാനായില്ലേ? അപ്പോൾ ചോദിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ക്യാപ്റ്റൻ ഒറ്റയ്ക്കല്ലേ പ്രചാരണം നയിച്ചതെന്ന്. ശരിയാണ്, ഒറ്റയ്ക്കാണ് പ്രചാരണം നയിച്ചത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 20 ലോക്സഭാ മണ്ഡലത്തിലും യോഗങ്ങൾ സംഘടിപ്പിച്ചു, പ്രചാരണ യോഗങ്ങൾ. ഒരു യോഗവും മോശമായിരുന്നില്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എന്നാൽ ചോദിക്കും, അതെല്ലാം വോട്ടായി മാറിയോ എന്ന്. നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനായിരിക്കും മേൽക്കൈ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ലോക്സഭയിൽ UDF-ന് തന്നെയാണ് മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കും. അതാണ് പണ്ട് മുതലേ ഈ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. അല്ലാതെ പിണറായി വിജയൻ്റെ കുറ്റവും കുറവും കൊണ്ടല്ല സ്ഥാനാർത്ഥികൾ തോറ്റത്. BJP-യുടെ വളർച്ച ഗൗരവമായി പഠിക്കണം. CPM-ൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകൾ BJP-യിൽ എത്തിയോ എന്ന് പരിശോധിക്കണം. അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. 3 മാസത്തെ കുടിശ്ശികയെങ്കിലും നൽകണമെന്നായിരുന്നു പാർട്ടി സഖാക്കൾ പോലും പറയുന്നത്. എങ്ങനെ കൊടുക്കും? കേന്ദ്ര BJP സർക്കാർ കേരളത്തോട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമല്ലേ? ഖജനാവിൽ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ക്ഷേമ പെൻഷൻ 3 അല്ല 4 വേണേലും കൊടുത്തേനെ. പിന്നെ ഒരു കുറ്റം പറഞ്ഞത് ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ്. EP നിരന്തരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അത് വളരെ ശരിയാണ്. പോളിംഗ് ദിനത്തിൽ രാവിലെ തന്നെ ജയരാജൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് പാർട്ടി സഖാക്കൾ കേട്ടത്. അങ്ങനെയും വോട്ടുകൾ ചോർന്നു. ഇടതുമുന്നണിക്കുണ്ടായ തോൽവിയേക്കാൾ ഗൗരവമായി കാണേണ്ടത് BJP-യുടെ വോട്ടിലെ വലിയ വർധനവാണ്. ഇത് സംബന്ധിച്ച് പഠനം നടത്തണം. തുടർച്ചയായി മൂന്നാമതും ഇടതുമുന്നണി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട തിരുവനന്തപുരം, ആ സീറ്റ് CPM ഏറ്റെടുക്കണം. CP ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ശശി തരൂരായിരുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഫലം BJP-ക്ക് അനുകൂലമാകുമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ധാരാളം പേർക്ക് ലഭിച്ചു. അതിൽ CPM പ്രവർത്തകരുടെ കുടുംബങ്ങളും ഉണ്ടെന്നുള്ളതും പാർട്ടി തിരിച്ചറിയണം.